നീ ചെയ്യില്ലല്ലേ? എന്നാ നീ ചത്തക്ക്. അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ ചെയ്തോളാം. അപ്പോ അയാൾ ബ്ലാക്കിനെ വെടിവെച്ചോ? ഈ നിസ്സാര കാര്യത്തിന് അയാൾ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിനുശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ തോക്കിക്കറി വെടിവെക്കല്ലേ, നിക്ക് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അവള് പറയട്ടെ. നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യങ്ങൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു. പറ, എന്നിട്ട് വെടിവെച്ചിട്ട്? വെടികൊണ്ട സെക്കൻഡ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ എൻ്റെ ജീവൻ വിട്ടു പോകുന്നതിന് തൊട്ട് മുൻപ് അയാൾ ഓടി എൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ടുവരുന്നത് അവ്യക്തമായിട്ട് ഞാൻ കണ്ടു. എന്നിട്ടെന്താ, ഞാനിപ്പോ ഗോസ്റ്റായിട്ട് നിന്റെ മുമ്പിലിരിക്കുന്നു. അപ്പോ ആ ഡോഗിന്റെ പ്രേതാണോ നീ? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായി? ഞാൻ തന്നെയാ ബ്ലാക്കി. അയ്യോ, അല്ല, അപ്പൊ നീ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ ഗേറ്റിന്റെ അരികിൽ വന്നതോ? എനിക്ക് കുറച്ചു നേരമൊക്കെ സ്വന്തം രൂപത്തിൽ വരാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അകത്ത് കയറണമെങ്കിൽ ആ വീട്ടുകാർ ആരെങ്കിലും അകത്തേക്ക് ക്ഷണിക്കണം, എന്നാലേ പറ്റൂ. അപ്പോ അത് സാരമില്ല, നീ അനുവാദം തന്നാ മതി, ഞാൻ അകത്തെത്തും. പക്ഷെ നീ അനുവാദം തരണം, എന്നാലേ എനിക്ക് വരാൻ പറ്റൂ. ഓഹോ, അതെങ്ങനെ? ആഹാ, എന്നാ ഒന്ന് കാണണല്ലോ. ഞാൻ അനുവാദം തന്നിരിക്കുന്നു, നീ അകത്തോട്ടൊന്ന് വാ, കാണട്ടെ. അവസാനം നീ അനുവാദം തന്നല്ലേ? അത് ശരി, അപ്പൊ നീ അങ്ങനെയാണല്ലേ കയറിയത്? അതെ, ഇനിയെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ചാ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കഥയുടെ കടപ്പുവശം. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ ശരിക്കും എന്താണ് നിന്റെ ആവശ്യം? ഒന്ന് ക്ലിയർ ആക്കി പറയാമോ? അത് പറയാനാണല്ലോ ഞാൻ വന്നത്. സംഗതി സിമ്പിളാണ്. 1, വെടിവെച്ച ശേഷം അയാൾ എന്തിനാണ് കരഞ്ഞുകൊണ്ട് ഓടി വന്നത് എന്നറിയണം. 2, അതിന് എന്തിനാണെങ്കിലും ശരി അയാളെ കൊല്ലണം. 3, മൂന്നാമത്തോടെ നിൽക്കട്ടെ, ഇത് 2 നടക്കുന്നറിയില്ല. നടക്കണം. നടന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ കൊന്നു തള്ളും. അതുകൊണ്ടാ? അല്ല, എന്ന് നിനക്ക് തന്നെ അയാളെ പോയി കൊന്ന പോലെ. അതാണ് ഞാൻ 3ാമത്തത് പറയാൻ വന്നത്. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അയാൾ എവിടെ പോകാനാ? അയാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഇന്നലെ കൂടെ അയാൾ നിന്നെ തപ്പിയോടൊന്നില്ല. എന്നെ തപ്പിയോ? നോ, നെവർ. അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അല്ല, വന്നിരുന്നു. നീ ചോരയിൽ കുളിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ അയാളുടെ മൊബൈലുണ്ടായിരുന്നു. പപ്പേനമ്മനെ കാണിച്ചു കൊടുത്തല്ലേ? അതെന്തിന്? ഒരു കാര്യം ചെയ്യും, ഈ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് മതി ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും പിന്നെ അയാളെ കൊല്ലുന്നതും. ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കാനാ? ഞങ്ങൾക്കതിന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട, കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. കണ്ടുപിടിക്കാം, ചെയ്യാം ചെയ്യാം ചെയ്യാം. എന്നാ ഞാൻ പോയി, നാളെ രാത്രി വരാം. ഇതാണ് ഉണ്ടായത്. ആ ബ്ലാക്ക് ഡോഗിന്റെ കോസ്റ്റാണ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും നമ്മളെ പേടിപ്പിക്കുന്നതും. ആ ഗോസ്റ്റ് പറഞ്ഞ പോലെ അയാൾ എന്തിനാണ് അത് ചെയ്തത്? ഇത്ര നിസ്സാര കാര്യത്തിന് അത് ചെയ്യേണ്ട കാര്യമില്ല. അതെ, അയാളൊന്ന് പേടിപ്പിച്ചാൽ തന്നെ അനുസരിക്കുന്ന ഡോഗായിരുന്നല്ലോ ബ്ലാക്കി. ഇനി അയാളെ വെടിവെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തിനാ അയാൾ കരഞ്ഞോണ്ട് ഓടി വന്നത്? അത് വെടിവെച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് കുറ്റബോധം തോന്നിക്കാണും. അതിനും ചാൻസ് ഉണ്ട്. സൈക്കോ സ്വഭാവമുള്ള ആളല്ലേ, വെടിവെച്ച് കഴിഞ്ഞപ്പോ പിന്നെ വേണ്ടായിരുന്നില്ല എന്ന് തോന്നിക്കാണും. അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇതൊന്നുമല്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. എന്തായാലും ഇന്ന് രാത്രി ആ ബ്ലാക്കി പ്രേതം വീണ്ടും വരും. അതിനു മുമ്പ് അയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കും. അറ്റ്ലീസ്റ്റ് ആളെവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് കണ്ടുവയ്ക്കും. അല്ലെങ്കിൽ ആ പ്രേതം നമ്മളെ ഉപദ്രവിക്കും. അയാൾ ആ വീട്ടിൽ തന്നെ കാണും. ബ്ലാക്കിയുടെ പ്രേതത്തിന് അയാളെ കാണാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും. ഇല്ല, അയാൾ ആ വീട്ടിലില്ല, അയാൾ വേറെ എവിടെയോ ആണ്. എനിക്ക് തോന്നുന്നത് അങ്ങേര് ആ വീട്ടിൽ തന്നെ കാണുന്ന. എന്നാ നിങ്ങളുടെ സംശയം ഇപ്പൊ തന്നെ തീർത്തേക്കാം. ഞാനും ഉണ്ണിമോളും കൂടെ ആ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ അടുത്ത് തന്നെ അല്ലേ? ശരിയാ, ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? ഞാൻ റെഡി ആവട്ടെ. എന്നാ റെഡിയാവും, നമുക്ക് വേഗം തന്നെ അവിടെ എത്തണം.
പട്ടാപ്പകൽ എന്തിനാ ഇവരിവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്? ഇവിടെ ആരും ഇല്ല ഉണ്ണിമോളെ, ഒരു 2 ദിവസമായിട്ട്. 2 ദിവസമായിട്ടോ? എന്നിട്ട് വാതിൽ തുറന്നാണല്ലോ കിടക്കുന്നത്. അതന്നാ വെടിവെപ്പ് നടന്നെന്ന് തുറന്നിട്ടതായിരിക്കും. മാത്രമല്ല ഈ ലൈറ്റും ഫാനെല്ലാം ഓണുമാണ്. അന്നിട്ട് വെച്ച ഫാനായിരിക്കും. ചേട്ടാ എന്താ പറഞ്ഞു വരുന്നത്? ആ സംഭവം നടന്ന അന്ന് അയാൾ ഇവിടുന്ന് പോയിന്നോ? അതെ, ആ രാത്രിക്ക് ശേഷം അയാൾ ഇവിടെ ഇല്ല. ബ്ലഡിന്റെ സ്മെല്ല്. പക്ഷെ ഇവിടെ എങ്ങും ചോരപ്പാടുകളോ പരിക്കുകളോ ഒന്നുമില്ല. ഈ ഭാഗത്തല്ലേ ആ ഡോഗ് കിടക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടത്? അതെ, അതേ സ്ഥലം. ഏകദേശം ഇതേ സ്ഥലത്താണ് തോന്നുന്നു. കൊന്ന ശേഷം അയാളോടെ ക്ലീൻ ചെയ്ത് കാണും. കൊന്നതാണെങ്കിൽ പിന്നെന്തിനാ അങ്ങേര് ഇന്നലെ പട്ടീനെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നേ? അതന്വേഷിക്കാനാണല്ലോ നമ്മളിവിടെ വന്നത്. രണ്ടുപേരെയും കണ്ട ഒരേപോലെ ഉണ്ടല്ലേ? അതിന് ഇതാരാന്ന് നിനക്കറിയോ? എന്തിനാ അറിയുന്നേ? ആ മുഖച്ചായ കണ്ടാലും അറിയില്ലേ ആ പട്ടാളക്കാരന്റെ ഫാദർ ആണെന്ന്? ആ ശരിയാ, ചെറിയൊരു മോച്ചായ ഉണ്ട്. ചെറുതല്ല, നല്ല മുഖം. എന്താ അകത്തോട്ട് ആരോ ഓടി പോയി. അകത്തോട്ടോ? ഏയ്, നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, ആരോ അകത്തുണ്ട്, ഞാൻ കണ്ടതാ. ഇവിടെ ആരുമില്ല. നിനക്ക് വെറുതെ തോന്നിയത് തന്നെയായിരിക്കും. നീ വെറുതെ നീ ആ ബ്ലാക്കിയുടെ ഗോസ്റ്റിനെ കണ്ട ഷോക്കൊന്നും വിട്ടിട്ടില്ല. അതാ ഈ തോന്നലൊക്കെ. എന്നാ അതായിരിക്കും. അതെന്താ കിടക്കുന്നേ? എന്താ അത്? ഇതൊരു എയർ ഗണ്ണാണല്ലോ. ആ പട്ടാളക്കാരൻ്റെ ആയിരിക്കും. വെടിവെച്ചതിന് ശേഷം ഇവിടെ ഇട്ടിട്ട് പോയതായിരിക്കും അന്ന്. വാട്ട്? എന്താ? ഇതാ പട്ടാളക്കാരൻ്റെ ഗണ്ണാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഇതിലുണ്ട്. ഇത് തന്നെ ആയിരിക്കും. കാരണം അങ്ങയുടെ അച്ഛന്റെ ഫോട്ടോയിലും ഈ ഗണ്ണ് തന്നെയല്ലേ? ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഗണ്ണ. ഇത് വർക്കിംഗ് അല്ല. അല്ല, അതെങ്ങനെ ശരിയാവും? അപ്പൊ ബ്ലാക്കി? അതെ, ബ്ലാക്കി മരിച്ചത് ഈ ഗണ്ണുകൊണ്ടല്ല. പിന്നെങ്ങനെയാ? ഇവരിത് എവിടെ പോയി കിടക്കാം? സമയം ഒരുപാടായല്ലോ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ഞാനില്ല ഇവിടെ. നീ ആ ഗോസ്റ്റ് വിളിക്കുമ്പോ പേടിച്ച് ഓടിച്ചില്ലെന്ന ആളല്ലേ? അയ്യോ, പറഞ്ഞു പോലെ ബ്ലാക്കിയുടെ പ്രേതം രാത്രി വരുമല്ലോ. അവര് പോയിട്ട് വല്ലത് അറിഞ്ഞോ ആവോ? ഇല്ലെങ്കിൽ ആ പിശാചി തന്നെ കൊല്ലും. ഈ സെയിം തോക്ക് തന്നെ ഈ ഫോട്ടോയിലും. അപ്പൊ ഇത് തന്നെയായിരിക്കും ഇവരുടെ കയ്യിലുള്ള തോക്ക്. ഇനി ചിലപ്പോ അയാളുടെ കയ്യിൽ വേറെ തോക്കുണ്ടെങ്കിലോ? ആ ഒരു സാധ്യത ഇനി മുന്നിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ തോക്ക് അയാളുടെ കയ്യിൽ കാണും. അതൊക്കെ ഓക്കെ.
പക്ഷെ ഈ ചത്ത പട്ടിയെ തെരഞ്ഞ് അയാൾ നമ്മുടെ വീട്ടിൽ എന്തിനാ വന്നേ? എനിക്ക് തോന്നുന്നത് നമ്മൾ അയാളുടെ പുറകെയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമാണല്ലോ. എന്താ എന്താ കുഴപ്പം? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല, നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അയാളെങ്ങാനും ഇനി വീട്ടിൽ വരുമോ? ദൈവമേ, പിള്ളേരൊറ്റക്കാണല്ലോ വീട്ടില്. നീ വന്നേ. ഹലോ കിഡ്സ്, ഒന്നിങ്ങ് വന്നേ. അതാരാ? അതയാളാ, ആ സൈക്കോ പട്ടാളം. ഒന്നിങ്ങ് വാന്ന്, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ അങ്കിൾ? എന്റെ നായ്ക്കുട്ടി എങ്ങാനും ഈ വഴി വന്നിരുന്നോ? ഇല്ല, അത് ഇന്നലെ പപ്പയും അമ്മയും പറഞ്ഞിരുന്നല്ലേ. അത് ഇന്നലെ അല്ലേ, ഇന്ന് വന്നോ അറിയില്ലല്ലോ. അതാ ഞാൻ വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ. അയ്യോ, ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്കിൾ. അങ്കിൾ പോയിട്ട് നാളെ വാ. ആ, അമ്മയാണല്ലോ. ഹലോ അമ്മ. ഹലോ മോളെ. അതല്ല മോളെ, അവനൊരു വിരുദ്ധനാ. എവിടെയും കയറി ഒളിച്ചിരുന്ന് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കാം. അയ്യോ അങ്കിൾ, അത് വേണ്ട. വേണമെങ്കിൽ ഞാൻ നോക്കോളാം. ചേച്ചി ഗേറ്റിന്റെ അടുത്ത് ആ പട്ടാളത്തിനോട് സംസാരിക്കുക. അയാളെത്തിയോ? ചേട്ടൻ അയാൾ എത്തിക്കഴിഞ്ഞു. ചേച്ചിനെയും കൂട്ടി വേഗം അകത്ത് കയറി വാതിലടച്ചോ. ഒരു കാരണവശാലും അയാളെ കൈപ്പെടരുത്. അയാൾ നിങ്ങളെ കൊല്ലാൻ വന്നതാ. എന്താ? അയാള് നമ്മളെ കൊല്ലാൻ വന്നതാ. അയ്യോ, കൊല്ലാനോ? പപ്പ, അയാൾ അകത്ത് കേറി. നോക്കി നിൽക്കാതെ വേഗം ഓടി രക്ഷപ്പെട്ടോ. അയാൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അയാൾ അകത്ത് കയറ്റരുത്. എന്താ അത്തിപ്പറമ്മച്ചേ, ഒന്ന് പ്രത്യക്ഷപ്പെടണേ.